പാനാദികൾ വർജിച്ചുകൊണ്ട് പകൽ കഴിഞ്ഞുകൂടുക എന്നതല്ല ഇസ്ലാം ലക്ഷ്യമിടുന്നത്. വരുന്ന 11 മാസക്കാലത്തേക്ക് ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പാഠശാല, അതാണ് റമദാൻ. ആ തസ്കിയത്ത് എന്ന പദത്തെ തന്നെ അറബി ഭാഷയിൽ പഠിച്ചു നോക്കിയാൽ തഹ്ലിയത്ത്, തഹലിയത്ത് 2 രൂപത്തിലാണ് ഭാഷാപരമായി അതിനെ നിർവചിക്കപ്പെടുന്നത്. ഒന്ന് തഹ്ലിയത്താണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വർജിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്താനുള്ള പരിശീലനം. രണ്ടാമത്തത് തഹലിയത്താണ്. തഹലിയത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്വാംശീകരിക്കാൻ കഴിയുമോ അവയൊക്കെ സ്വാംശീകരിക്കാനുള്ള പ്രാപ്തി നേടലാണ്. അത് രണ്ടും ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ സംസ്കരണം നടക്കൂ എന്നാണ്. ആ ഒരു സംസ്കരണത്തിനാണ് നമ്മൾ ഈ ഒരു മാസത്തെ സ്വീകരിക്കുന്നത്. ആ ഒരു സംസ്കരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് എത്ര കണ്ട് കടന്നു വന്നു എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സ്വഹാബികൾ അവരുടെ ജീവിതം തന്നെ റമദാനിലൂടെ സംസ്കരിക്കപ്പെട്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും റമദാനിലൂടെ സംസ്കൃതമായ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. സാമ്പത്തിക രംഗത്ത്, ഭൗതികമായ ജീവിത മേഖലകളിൽ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ സംസ്കരണ നടപടികൾ പൂർണ്ണമായും ജീവിതത്തിലേക്ക് സംശീകരിക്കാൻ, വിശുദ്ധ ഖുർആൻ വർജിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ റമദാനിലൂടെ നാം നേടിയിരിക്കുന്നത്. റമദാനിലെ കുറേ ദിനങ്ങൾ കഴിഞ്ഞുപോയി, ഇനി കുറഞ്ഞ ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതേറെ മഹത്വമേറിയ ദിനങ്ങളാണ്, പുണ്യങ്ങൾക്കേറെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. എങ്കിൽ ആ ദിനങ്ങളെ സ്വീകരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിനങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മവിചാരണ അനിവാര്യമാണെന്നാണ് സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. എത്ര കണ്ട് എനിക്ക് ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു, അതിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ ശേഷമുണ്ടായ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഈ റമദാനിലൂടെ എന്തൊക്കെ എനിക്ക് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടതുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ സംസ്കരണം നടക്കുക. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് തയ്യാറാകാതിരുന്നാൽ യഥാർത്ഥ സംസ്കരണത്തിലേക്ക് നമ്മുടെ ജീവിതം മാറില്ല എന്നത് ഉറപ്പാണ്. ഒരു ഭാഗത്തിലൂടെ മാത്രം ഞാൻ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക രംഗം, യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് സംസ്കരിക്കപ്പെട്ടതാണോ? സക്കാത്ത് നൽകുക എന്ന് പറഞ്ഞാൽ തന്നെ സക്ക എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്നാണ്, തത്ഹീറാണ്, ശുദ്ധീകരണമാണ് സക്കാത്തിലൂടെ നടക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും സക്കാത്ത് കൃത്യമായ രൂപത്തിൽ സംസ്കരിക്കപ്പെട്ട ഒരു സമ്പത്തായി നമ്മുടെ സമ്പത്തിനെ മാറ്റാൻ പര്യാപ്തമായോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ധൂർത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറുന്നുവോ എന്ന് സംശയിക്കേണ്ട രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. വിശുദ്ധ ഖുർആൻ പറയുന്ന ധൂർത്ത് കാരണമായി നശിച്ച 2 സമുദായങ്ങളുടെ കഥ വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ആദ്, സമൂദ്. ഈ 2 ഗോത്രങ്ങളും നശിപ്പിക്കപ്പെട്ടത് അവരുടെ പൊങ്ങച്ചം കാരണമായിരുന്നു. സാമ്പത്തിക രംഗത്തുള്ള അവരുടെ സംസ്കരണമില്ലായ്മയായിരുന്നു അവരുടെ നാശത്തിന് വിഷയീഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. സമ്പത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ എന്നാണ്. നബിയോടുള്ള കൽപ്പന അതാണ്. അവിടെ സമ്പത്തിൽ നിന്ന് നീ സക്കാത്ത് പിടിച്ചെടുക്കണം.
എന്താണ് അതിൻ്റെ ആവശ്യം? എന്താ അതിൻ്റെ ലക്ഷ്യം? തുതഹിറുഹും, അതവരെ സംസ്കരിക്കും, അവരെ ശുദ്ധീകരിക്കും. വതുസക്കിഹിം ബിഹ. അപ്പം ആ രണ്ട് കാര്യവും തത്ഹീറും തസ്കിയത്തും നടന്നെങ്കിൽ മാത്രമേ സമ്പത്ത് സംശുദ്ധമായ സമ്പത്താണ് എന്ന് സമാധാനിക്കാനൊക്കൂ എന്നതാണ് സഹോദരങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. സാമ്പത്തിക രംഗം അത്ര കണ്ട് മോശമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സാമൂഹ്യ സാഹചര്യങ്ങളെ എടുത്ത് പരിച്ചു നോക്കിയാൽ. നമ്മുടെ വിവാഹങ്ങളൊക്കെ ധൂർത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. വിവാഹ സൽക്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ മറ്റ് മേഖലകളൊക്കെ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ സമ്പത്ത് സംസ്കൃതമായ ഒരു സമ്പത്താണോ നമ്മുടേത്? സാമ്പത്തിക ഇടപാടുകളിൽ നമുക്ക് എത്ര കണ്ട് സൂക്ഷ്മത പുലർത്താൻ കഴിയുന്നുണ്ട് നാം ആലോചിക്കേണ്ടതാണ്. നോക്കൂ, നമ്മുടെ സമ്പത്ത് ദാനധർമ്മങ്ങൾക്ക് നാം എത്ര കണ്ട് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സഹാബികളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു ജീവിത ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗർഭിണിയാവുന്നു. നല്ല ഈത്തപ്പഴം കഴിക്കാനുള്ള മോഹം ഗർഭസ്ഥ സ്ത്രീകൾക്ക്, ഗർഭിണികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന പല താല്പര്യങ്ങളുമുണ്ട്. ആ താല്പര്യങ്ങളിലൊന്നായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ താല്പര്യവും. നല്ല മുന്തിയ ഇനം ഈത്തപ്പഴം കഴിക്കാനുള്ള ഒരാഗ്രഹം. ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിന് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല. ഭാര്യയുടെ ആ താല്പര്യം പരിഗണിക്കാതിരിക്കാൻ അദ്ദേഹത്തിനൊട്ട് കഴിയുകയുമില്ല. അങ്ങനെ അദ്ദേഹം കടം വാങ്ങി നല്ല ചന്തയിൽ പോയി നല്ല ഈത്തപ്പഴം നോക്കി വാങ്ങിയിട്ട് ഈത്തപ്പഴ പൊതിയുമായി വീട്ടിലേക്ക് തിരിക്കുകയാണ്. വഴിമധ്യേ തൻ്റെ കൂട്ടുകാരനായ ഒരു സഹാബിയെ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം വളരെ പരിക്ഷീണിതനാണ്. അദ്ദേഹത്തിൻ്റെ മുഖം വിവർണമാണ്. വിവരങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, പൊയ്ക്കോളൂ. വീണ്ടും വീണ്ടും അന്വേഷിച്ചു. എന്തോ കാര്യമായ പന്തികേട് ആ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിനങ്ങളായി, പട്ടിണിയിലാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടഞ്ഞു. എൻ്റെ സഹോദരൻ എൻ്റെ ഭാര്യയുടെ താല്പര്യം പരിഗണിക്കാൻ വേണ്ടി മുന്തിയ ഈത്തപ്പഴം വാങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിൽ പട്ടിണിയില്ല. ഇവിടെ പട്ടിണി കിടക്കുന്ന സഹോദരനെ കാണുന്നു. ഭാര്യയുടെ താല്പര്യം പരിഗണിക്കണമോ, ഈ സ്വഹാബിയെ, എൻ്റെ കൂട്ടുകാരനെ പരിഗണിക്കണമോ? മനസ്സിൽ വലിയൊരു സമ്മർദ്ദം. അവസാനം ആ ഈത്തപ്പഴ പൊതി ആ കൂട്ടുകാരന് കൊടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരികയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം വിളറിയിട്ടുണ്ട്. ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുമ്പോൾ, അല്ല, നിങ്ങൾ പോയ കാര്യം? അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് നിറവേറ്റാൻ വേണ്ടി കടം വാങ്ങി സാധനം വാങ്ങി പോന്നിരുന്നു. വരുന്ന വഴിയിൽ നമ്മുടെ ഒരു സഹോദരൻ്റെ വിശപ്പടക്കാനുള്ള ആ അതിയായ ആഗ്രഹം എന്നെ സ്വാധീനിച്ചു. ഞാനത് അദ്ദേഹത്തിന് നൽകിയാണ് പോന്നത്. ഫാത്തിമ, നീ എന്നോട് വെറുപ്പുണ്ടായിരിക്കും, നിനക്കെന്നോട് ദേഷ്യമുണ്ടായിരിക്കും അല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല ഇല്ല, ഒരിക്കലും ദേഷ്യമില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഈത്തപ്പഴം കഴിച്ചിരുന്നെങ്കിൽ കുറച്ചു നേരത്തെ ആസ്വാദനമല്ലേ എനിക്ക് കിട്ടൂ. എന്നാൽ ജീവിതകാലം മുഴുവനും കിട്ടുന്ന ആസ്വാദനത്തിൻ്റെ പ്രവർത്തനമാണ് അങ്ങ് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബത്തിലുണ്ടാവേണ്ട, സാമ്പത്തിക രംഗത്തുണ്ടാവേണ്ട സൂക്ഷ്മതയുടെ കൃത്യമായൊരു ചിത്രമാണ് അവരുടെ ജീവിതം. ഇതായിരുന്നു സ്വഹാബ കിറാമിൻ്റെ ജീവിതം. എങ്കിൽ നമ്മുടെ ജീവിതം ഈ റമദാനിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംസ്കരണം, ആ സംസ്കരണം നമ്മുടെ സാമ്പത്തിക രംഗത്തെ കൂടി
കടന്നു വരാനുള്ള ശ്രദ്ധ വേണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ദീർഘമായൊരു സംസാരത്തിന് അവസരമില്ലെന്നറിയാം. എൻ്റെ ദൗത്യം ഈ തസ്കിയത്ത് ക്യാമ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതാണ്. സഖാവായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ തസ്കിയത്ത് ക്യാമ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാനിലൂടെ നേടിയെടുക്കുന്ന സംസ്കരണങ്ങൾ വരുന്ന 11 മാസക്കാലവും നമ്മുടെ ജീവിതത്തിന് വെളിച്ചമേകുന്നതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.